ആദ്യം ഞാൻ വേരിൽ അഭിമാൻ ഒഴിച്ചു. അടുത്തതായി തണ്ടിൽ നിന്ന് പൂക്കൾ വരാൻ തുടങ്ങിയ ഉടൻ ഞാൻ ഓർബിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. 10 ദിവസത്തിലൊരിക്കൽ ഞാൻ അത് ഉപയോഗിച്ചു. തൽഫലമായി പഴങ്ങൾ നല്ല വലുപ്പത്തിൽ വളർന്നു. അവ തിളങ്ങുന്നതായി കാണപ്പെട്ടു. വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിച്ചു. ഈ ദിവസങ്ങളിൽ എനിക്കൊരു കുലയ്ക്ക് ഏകദേശം 400 രൂപ ലഭിച്ചു. ഞാൻ തൂക്കമനുസരിച്ച് നൽകിയപ്പോൾ അത് 35 കിലോ ആയി. മുമ്പ് 25 കിലോ വരെ ഉണ്ടായിരുന്ന കുല ഇപ്പോൾ 35 കിലോ ആയി. എനിക്ക് നല്ല വിളവ് ലഭിക്കുന്നു. വിളവും നല്ലതാണ്. പഴങ്ങൾ വലുതും നല്ല ഗുണനിലവാരമുള്ളതുമാണ്. ഈ തരം പഴം അവിടെ വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമല്ല. ഇത് നല്ല ഭാരത്തോടെ കാണപ്പെടുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് ഭാരം വർദ്ധിച്ചിരിക്കുന്നു. എന്റെ പേര് കണ്ണൻ. ഞാൻ ട്രിച്ചി ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ കർപ്പൂരവള്ളി വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം 1600 വാഴകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പൂർണ്ണമായും സ്വാഭാവികമായി പരിപാലിച്ചു വരികയും നല്ല രീതിയിൽ കുല വിളവെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത പഴങ്ങൾ പെട്ടെന്ന് പഴുക്കില്ല എന്നതാണ്. പ്രകൃതിദത്ത രീതി ഉപയോഗിക്കുന്നതിലൂടെ കുല പെട്ടെന്ന് പഴുക്കില്ല. കൂടാതെ നല്ല ഭാരത്തിലും ഗുണനിലവാരത്തിലും കായ്കൾ ലഭ്യമാണ്. 3 മാസം പ്രായമുള്ള തൈ ചെടികൾക്കു 1 ലിറ്റർ അഭിമാൻ 50 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടിയുടെ ചുറ്റും ഒഴിക്കണം. ഈ രീതിയിൽ ഉപയോഗിച്ചാൽ വേരുകളുടെ വികസനം നന്നായി നടക്കും. വേരൂന്നൽ മികച്ചതായിരിക്കും. അതിനുശേഷം 6-ാം മാസത്തിൽ ഓർബിക്സ് 50 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടിയുടെ ചുറ്റും ഒഴിക്കണം. ഈ രീതിയിൽ ഉപയോഗിച്ചാൽ കീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. വേരുപുഴു, തണ്ട് ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയും. സാധാരണയായി മരം കുലച്ചു തുടങ്ങുമ്പോൾ മാത്രമേ കീടങ്ങളുടെ ആക്രമണം ദൃശ്യമാകൂ. അതിനാൽ അത് നിയന്ത്രിക്കേണ്ട ഒരു അന്തരീക്ഷത്തിൽ ഓർബിക്സും അഭിമാനും വീണ്ടും നൽകണം. അതിനുശേഷം കുല പുറത്തുവരാൻ തുടങ്ങുമ്പോൾ FL77 250 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി കുലയിൽ തളിക്കണം. ഈ രീതിയിൽ തളിച്ചാൽ കായ്കൾ നല്ല നീളവും തിളക്കവും ഉള്ളതായിരിക്കും. കായ്കൾ മൊത്തത്തിൽ വളരുന്നു. താറിന്റെ ഭാരവും വർദ്ധിക്കുന്നു. കുലയും നന്നായി വളരുന്നു. വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നു. ഈ ദിവസങ്ങളിൽ എനിക്കൊരു കുലയ്ക്ക് ഏകദേശം 400 രൂപ ലഭിച്ചു. തൂക്കം അനുസരിച്ച് നൽകിയപ്പോൾ അത് 35 കിലോ ആയി. മുമ്പ് കുല 25 മുതൽ 30 കിലോഗ്രാം വരെയായിരുന്നു. ഇപ്പോൾ അത് 35 കിലോ ആയി. നല്ല വിളവും ലഭിക്കുന്നു. മാർക്കറ്റിൽ കായ്കൾ ഈ മരുന്ന് ഉപയോഗിച്ച് വളർത്തുന്ന കായ്കൾ നല്ല ഗുണനിലവാരമുള്ളതാണ്. കായ്കൾ വലുതുമാണ്. ഈ തരം കായ്കൾ അവിടെ വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമല്ല. കായ്കൾ നല്ലതാണ്. ഗുണനിലവാരം നല്ലതാണ്. കുല 35 കിലോഗ്രാം വരെ വരും. നല്ല ഭാരമുള്ളതായി കാണപ്പെടുന്നു.